എന്താടാ വാസി? എന്ത് ചെയ്യണമെന്നാ? ഞാൻ ജോലി കൊണ്ടിരിക്കുന്നത്. നീ വിളിച്ചത് വെറുതെ വിളിച്ചതാ? അച്ഛന് പാടാ പാടൂ. ബാസിങ്ങളാണോ? വെറുതെ വിളിച്ചെന്ന്. അച്ഛൻ എന്താ മറ്റേ കാശിന്റെ കാര്യം ചോദിക്കാഞ്ഞേ? പണയം വെച്ചിന് 30,000 രൂപ തരാന്ന് പറഞ്ഞല്ലേ? അതെ. ഹലോ ബാസി, നീ പൈസ എന്താ? ബാസിങ്ങള് പൈസ എടാ പണയം വെച്ച് നീ 30,000 തരാം. എടാ ബാസി ഞാൻ കാര്യം പറ. ഇനി ഞാൻ മുടി വെട്ടൂ, ഞാൻ മൊട്ടടിച്ചോളാം. ഞാൻ കളിക്കല എൻ്റെ അടുത്ത്. കാളായി പൈസ ആയിരിക്കാൻ വേണ്ടി പലടവും നോക്കാതെ ഉടായിപ്പിന്റെ ഉസ്താദല്ലേ? ലച്ചു വന്നാ ഇങ്ങോട്ട്. ദോ പോണു ഒരു മിണ്ടാട്ടം ഇല്ലാതെ പോണു. എന്തായാലും ഇന്ന് അളിയെ വിളിക്കാൻ പോണില്ല, അത് 100% ഉറപ്പാണ്. എന്ത് പണിയാണ് നോക്കണേ, ആ അടുക്കളയിലൊക്കെ ഒന്നും വരണ പോലുമില്ല. ഇത്ര നേരം ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നേ. ഞാൻ ചേച്ചി ശ്രദ്ധിക്കുന്നത് ചേച്ചി കണ്ടു. എന്റെ അടുത്ത് ഭയങ്കര ചൂടാവലും പൊട്ടിത്തെറി എന്തിനാ നോക്കുന്നത് ഒച്ചയും ബഹളമൊക്കെ കേട്ടില്ലേ? പോണു ചേച്ചി എന്താടാ ചേച്ചി അളിയനെ വിളിച്ചായിരുന്നാ? ഞാൻ സിദ്ധുവിനെ വിളിക്കാനാ. പിന്നെ ഞാൻ ഇപ്പൊ വിളിക്കുമല്ലോ അമ്മ. അല്ലെങ്കിൽ സിദ്ധു ഗൾഫിൽ പോയതിനു ശേഷം ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. അയാൾ ഷിപ്പിൽ വലിയ ആളൊക്കെ ആയിരിക്കും, പക്ഷെ ആ ഹുങ്കൊന്നും എൻ്റെ അടുത്ത് നടക്കൂല. അച്ഛനറിയാലോ, മതം പൊട്ടി നടന്ന ആനയെ പോലെ നടന്നൊരു മനുഷ്യനെ തളച്ച ആളാണ് എൻ്റെ അമ്മ. അതുകൊണ്ട് ഏത് കൊല്ലം കൊമ്പനും എൻ്റെ മുമ്പിൽ ഒന്ന് താനേ നിൽക്കുള്ളൂ. ഈ മതം പൊട്ടിയന എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? അച്ഛനെ തന്നെയാ. മക്കളെ, ആരെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കാൻ നമ്മൾ പഠിക്കരുത്. എപ്പോഴും നമ്മൾ ജയിച്ചിരിക്കണം. അത് മോളുടെ കയ്യിലാണ് തെറ്റെങ്കിൽ പോലും മോൾ തോറ്റെടുക്കരുത്. അവന് വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിക്കട്ടെ അല്ലേ? പിന്നെ അല്ലാണ്ട്. ചേച്ചി അളിയ മെസ്സേജോ അല്ലോ അയച്ചോ? ഇങ്ങോട്ട് അയച്ചില്ലെങ്കിൽ അങ്ങോട്ട് അയക്കണ്ട കേട്ടോ. നമുക്ക് കാണാമല്ലോ അല്ലേ? അതിനാരങ്ങോട്ട് മെസ്സേജ് അയക്കണം? ഞാൻ മൈൻഡ് പോലും ചെയ്യൂലല്ലോ. സത്യം പറഞ്ഞുണ്ടല്ലോ, അളിയിലിപ്പോ ചേച്ചി എടുത്ത് മിണ്ടാണ്ടിരിക്കുന്നേ ഒരു റീസണും ഇല്ല, വെറുതെയാണ്. അതെ, റീസൺ ഒക്കെ ഉണ്ട്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ സിദ്ധുവിന് ഇഷ്ടപ്പെടുന്നില്ല, അതാണ് കാര്യം. ഒരുമാതിരി ആയി പോയിട്ടാ. പാവം, കൂടുതൽ പട്ടളൊക്കെ ഉണ്ടാട്ടാ. അല്ല വേണം, നിസ്സാര കാര്യങ്ങളിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അയ്യോ കഷ്ടം, നിസ്സാര കാര്യങ്ങൾക്ക് വാശി പിടിക്കാത്ത ഒരാള്. അപ്പൊ ഇനി എന്റെ നേരം തിരിയടി. അയ്യോ തിരിയണില്ല. നീ തിരിഞ്ഞങ്ങ് പോ. തിരിഞ്ഞു പോകണം. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇവിടെ നിൽക്കണത്? ഞാൻ ലച്ചുനെ അന്വേഷിച്ചു വന്നത്. പണിയൊന്നുമില്ല. മകളെ, നിങ്ങൾ റൂമിലിട്ട് പോ. ഞാൻ സിദ്ധുവിനെ വിളിക്കും. ഓക്കെ അച്ഛാ. മകളെ സിദ്ധു, പിന്നെ ലച്ചു വിളിച്ചാ? മക്കളെ അങ്ങനെ വിളിച്ചില്ലല്ലോ. മക്കളെ ഒരു വോയിസ് മെസ്സേജ് പോലും അയക്കരുത്. മക്കളെ വിളിക്കാത്തതുകൊണ്ട് ആകെ വിഷമിച്ച് കിടക്കുകയാണ് കേട്ടാ. ഇങ്ങനെ തന്നെ പോട്ട്. ഓക്കെ, വിളിക്കല്ലേ? ശരി ഓക്കെ.